എല്ലാ കൂട്ടുകാർക്കും നമുക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിയർ ബോട്ടിൽ ഒരു പരിപാടി ചെയ്യാനായിട്ടാണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ സിമ്പിളാണ്. ഇത് എനിക്കൊന്ന് കുറച്ച് പേരെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. പിന്നെ ചാരൂസ് സർക്കിൾ വ്ലോഗ്സിൽ വീഡിയോ വന്നിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതൊരു ബ്ലൂ കളറിലെ ബിയർ ബോട്ടിൽ. ഇതിന് പകരം ഗ്രീൻ കളർ എടുക്കണമെങ്കിൽ അതെടുക്കാം. ബ്രൗൺ കളർ ഇന്നത്തേനെ എടുക്കണ്ട, ഈ ഒരു 2 കളറിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് ആ ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ക്യാമറയിൽ തെളിയില്ല. അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വരച്ചത് വേറൊന്നുമല്ല, നമ്മുടെ സർക്കിളിനും ഒരു സർക്കിളല്ല, കുപ്പിയുടെ ആ ഒരു ലൈൻ പോയിട്ടുണ്ട് സർക്കിളായിട്ട് ചുറ്റിനും. അതിന് താഴെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒരു സെമി സർക്കിൾ, അതൊരു പകുതി വരുന്ന സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പം ഞാൻ ഒരു ബ്രഷ് എടുത്തു, ഫെവിക്കോളിലൊന്ന് ഡിപ്പ് ചെയ്തു, എന്നിട്ട് ആ ഒരു സർക്കിളിൻ്റെ ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ സെമീസ് പകുതി സർക്കിൾ ഞാൻ ഒന്നിനോടൊന്ന് ചേർത്തായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒന്നിനോടൊന്ന് ചേർത്തായിട്ട് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും. ഇത് പെയിൻറ്റിംഗ് ഒന്നും അറിയണ്ട, അതുപോലെ തന്നെ ഡിസൈൻ ഒന്നും ചെയ്യാൻ പഠിക്കേണ്ട. പെട്ടെന്ന് തന്നെ ഒരു 10 രൂപയുടെ ഗ്ലിറ്റർ പൗഡറും അതുപോലെ തന്നെ ഒരു ഫെവിക്കോളും, ചെറിയൊരു കുപ്പി ഫെവിക്കോളും അതുപോലെ തന്നെ ഒരു ബിയർ ബോട്ടിലും ഉണ്ടെങ്കിൽ പടേന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ദേ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലിറ്റർ പൗഡർ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഞാൻ, അതും ഗോൾഡൻ കളറ്. എന്നിട്ട് നമ്മൾ ആ ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് തട്ടിയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഗ്ലൂ ഉള്ള ഭാഗം മാത്രം നിന്നിട്ട് ബാക്കി നമ്മൾ തട്ടിക്കളയണം. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഭാഗം മാത്രം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയൊക്കെ ഒട്ടാത്ത ഭാഗമൊക്കെ താഴത്ത് ഇങ്ങനെ തട്ടിയിട്ടോ തുടച്ചിട്ടോ ആകുമ്പോൾ അത് പൊയ്ക്കോളും. അപ്പോൾ ആദ്യം ഒന്ന് തട്ടിക്കൊടുക്കുക, പിന്നെ നമുക്ക് തുടയ്ക്കാം പതിയെ, എല്ലാം ചെയ്തതിന് ശേഷം തുടയ്ക്കാം. അപ്പോൾ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ചെയ്തിട്ടുണ്ടാവാം, പല ഡിസൈനിൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പരിപാടി. നമുക്കപ്പോൾ ഈ ഒരു ഡിസൈനിൽ ചെയ്യാം, എളുപ്പമാണ്, ഭയങ്കര എളുപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബിയർ ബോട്ടിൽ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി നടക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അത് നമ്മൾ താഴത്തും ഇതേപോലെ ഒരു റൗണ്ട് പോയിട്ടുണ്ട്, ഒരു ലൈൻ പോയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ പകുതി വരച്ചു കൊടുക്കുകയാണ്, ഒരു പകുതി സർക്കിൾ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിലോട്ടും ഇട്ട് കൊടുക്കുക ഇതുപോലെ കേട്ടോ. കണ്ടില്ലേ, എളുപ്പം പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ ബാക്കിയും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ വേഗം എന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കുട്ടികൾക്കും ചെയ്തു നോക്കാം. പെയിൻറ്റിങ്ങോ അതുപോലെ ഡിസൈൻ വരയ്ക്കാനോ ഒന്നും അറിയേണ്ട ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ ഒന്നും വരച്ചിട്ടില്ല, അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓവൽ ഷേപ്പ് ഇരിക്കട്ടെ എന്ന്. ഇതിന് പകരം സർക്കിളോ അതുപോലെ തന്നെ സ്ക്വയറോ സ്റ്റാറോ ഒക്കെ വരയ്ക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് വരയ്ക്കാം. എന്നിട്ട് ഗ്ലിറ്റർ പൗഡർ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് 2 തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പൊക്കോളും. ഇനി മുകളിലും നമ്മൾ ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ തട്ടിക്കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. പരിപാടി എളുപ്പമാണ്. ഇനി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു പരിപാടിയുള്ള കുറച്ച് പണിയുള്ളത് ഇത് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ക്ലീൻ ചെയ്ത് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞു. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നനഞ്ഞ ഒരു തുണി എടുക്കുക, അതിൻ്റെ അറ്റം എടുക്കുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് തുടയ്ക്കാം. ഇല്ലെങ്കിൽ ഒരു ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട്, അല്ലെങ്കിൽ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി ചെറുതായിട്ട് നനച്ചിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം തുടച്ചെടുക്കാം. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ബ്രഷിൻ്റെ അറ്റം കൊണ്ട് തട്ടിക്കളഞ്ഞ് അത് നല്ല ഷേപ്പിന് കിട്ടും. കുറച്ചൊന്ന് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നീറ്റാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മളത് ചെയ്തിട്ടുണ്ട്, എളുപ്പമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.